അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖ ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനൂ സാലിഹീന ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠനം ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ ഈ സംഗമം തമ്പുരാൻ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറ അൽ ഇസ്രായിലെ 25ാമത് സൂക്തമാണ് ആമുഖത്തിൽ ഓതി വെച്ചത്. കഴിഞ്ഞ ദിവസങ്ങളായി ഏറെക്കുറെ വിശദമായി 2 ആയത്തുകളുടെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളുടെ മേൽ നിശ്ചയിച്ച നിയമമാക്കിയ നിയമകൽപ്പനകളെ അഥവാ സത്യവിശ്വാസികളുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെയാണ് പഠന വിഷയമാക്കിയിരുന്നത്. വഖലാ റബ്ബുക വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു, അഥവാ നിങ്ങളുടെ മേൽ ഇങ്ങനെ വിധി കൽപ്പിച്ചിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കാവൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളുടെ ഇഹ്സാനിൽ നന്മയിൽ വർത്തിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന എന്ന ഈ ഊന്നലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ നുക്ത, ഈ പോയിന്റുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മുടെ പഠനത്തിലെ ചർച്ച. ആ മാതാപിതാക്കളുടെ ഇഹ്സാനിൽ വർത്തിക്കുന്നതിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു തലം അവർ പ്രായമായ അവസ്ഥയിൽ കൂടെ ഉണ്ടാകുക എന്നതാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഒരാളോ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ ഉണ്ടായാൽ വലാ തക്കുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് തെറ്റായ സമീപനങ്ങൾ അഥവാ വെറുപ്പിക്കുന്ന, അവഗണിക്കുന്ന അത്തരത്തിലുള്ള രീതിയോ പ്രവർത്തനങ്ങളോ പാടില്ല. വക്കുല്ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ വർത്തമാനമായിരിക്കണം പറയേണ്ടത്. വഖ്ഫിലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, ആ അവസ്ഥയിൽ, വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ അവർക്ക് പ്രത്യേകിച്ചും നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. മാത്രമല്ല വക്കുൽ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ എന്നെ അവർ പോറ്റി വളർത്തിയതുപോലെ പടച്ചവനെ നീ അവരോട് കാരുണ്യം കാണിക്കണമേ എന്ന്. അതില് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥനയും സമാനമായി ഖുർആനിൽ വന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തപ്പെട്ട പ്രാർത്ഥനകളുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ഇതിവൃത്തം. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് 40 വയസ്സെത്തിയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇസ്ലാം സ്വീകരിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമാണ് പ്രായത്തിൽ ഉണ്ടായിരുന്നത്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ 2 വയസ്സ് മുമ്പിലാണ്, അല്ലെങ്കിൽ കൂടുതലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പോ തിരുനബിയുടെ 40ാമത്തെ വയസ്സിൽ തിരുനബിക്ക് നുബുവത്ത് കിട്ടി, പ്രവാചകനായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ആ വിഷയം അറിയിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ പ്രവാചകനിൽ ഉടനെ വിശ്വസിച്ചു. അതിന് തക്കതായ ഒരു ന്യായം നമ്മൾ നേരത്തെ ഈ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെയുള്ള ഒരു പുരോഹിതന്റെ അടുക്കൽ പോയി മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ആ പുരോഹിതൻ ചോദിച്ചു, ആ മരത്തണലിൽ ഇരിക്കുന്ന ആള് ആരാണ്? അബൂബക്കർ പറഞ്ഞു റളിയല്ലാഹു തആല അൻഹു, അത് മുഹമ്മദാണ്, അദ്ദേഹം പ്രവാചകനാണ്. കാരണം ഈസക്ക് ശേഷം ആ മരത്തണലിൽ വേറെ ആരും ഇരുന്നിട്ടില്ല. ഇത് അബൂബക്കറിന് തിരുനബിയിൽ വലിയ വിശ്വാസം ഉണ്ടാക്കി. നേരത്തെ തന്നെ തിരുനബിയുടെ സ്വഭാവ പെരുമാറ്റങ്ങളിൽ ഏറെ മതിപ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഉണ്ടായിരുന്നു, വലിയ ബഹുമാനവും. ഇതുകൂടി ആയപ്പോൾ പ്രവാചകൻ തിരുനബിയെ വിട്ടുപിരിയാതെ അദ്ദേഹവുമായി സഹവസിക്കുക എന്നത് വളരെ ഭക്തി ആദരപൂർവ്വം തിരുനബിയുടെ കൂടെ മുസാഹബത്ത്, സഹവാസം നടത്തിയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അതുകൊണ്ട് തന്നെ
ഹിറാ ഗുഹയിൽ നിന്ന് പ്രവാചകത്തിൽ ലഭ്യമായ വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ ഒരു സംശയത്തിനിടയില്ലാത്ത വിധം തിരുനബിയിൽ അദ്ദേഹം വിശ്വസിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏത് കാര്യവും അംഗീകരിക്കുന്ന പ്രകൃതമുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് വന്നത്. ആ പേര് തിരുനബി അദ്ദേഹത്തിന് നൽകാനുണ്ടായ പ്രത്യേകമായ സാഹചര്യത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് അഥവാ ആകാശാരോഹണവുമായി ബന്ധപ്പെട്ട വിവരം പിറ്റേ ദിവസം പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ആളുകളെ അറിയിച്ചപ്പോൾ മക്കക്കാരായ ആളുകൾ മുഹമ്മദിന് ഭ്രാന്തായി പോയി എന്ന രീതിയിൽ സംസാരിച്ചു. എന്നല്ല, ഇസ്ലാമിൽ വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത ഇത്തിരി നിഫാക്കും കാപ്പട്ടിയും ഒക്കെ സമാസമം ചേർന്ന അവസ്ഥയിലുള്ള ആളുകൾ തിരുനബിയിൽ അവിശ്വാസം പ്രഖ്യാപിക്കും വിധമുള്ള അവസ്ഥയിലേക്ക് പരിഹാസ വർത്തമാനങ്ങളൊക്കെ എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ സമീപിച്ച ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്തായി പോയിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ ഇവിടെ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ സഞ്ചരിച്ചു എന്നും ഈജിപ്തിൽ വരെ എത്തിയെന്നും അവിടെ നിന്ന് 7ാം ആകാശത്ത് വരെ പോയി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിങ്ങനെ പരിഹാസ രൂപേണ സംസാരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ചോദിച്ച ചോദ്യം, മുഹമ്മദ് അങ്ങനെ പറഞ്ഞുവോ എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, മുഹമ്മദ് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ അത് ശരിയാണ്, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു എന്നാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അപ്പടി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമസ്ഥനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അതിന് അസ്-സിദ്ദീഖ് എന്ന പേര് വന്നത്. അങ്ങനെ തിരുനബി അദ്ദേഹത്തിന് നൽകിയ പേരാണ് അസ്-സിദ്ദീഖ്. സ്ഥാനപ്പേരും പദവിയും ഒരു അംഗീകാരവുമാണ് അത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭ്യമായ വിവരം റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഉടനെ വിശ്വസിച്ചു. അദ്ദേഹത്തിന് 40 വയസ്സെത്തിയപ്പോൾ അഥവാ തിരുനബിയുടെ പ്രവാചകത്തിന്റെ 2 വർഷം കഴിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ആ മാതാപിതാക്കൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയാണ് നമ്മൾ അവസാനമായി പറഞ്ഞ സൂറ അൽ അഹ്കാഫിലെ 15ാമത് വചനം. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയാതെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, അദ്ദേഹത്തിന് പക്വതയും പാകതയും എത്തിയ ഘട്ടത്തിൽ 40 വയസ്സെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലത്തി അൻഅംത അലയ്യ, പടച്ചവനെ എനിക്ക് നീ ഉദവി നൽകണം, നിന്റെ പ്രത്യേകമായ സഹായം എനിക്കുണ്ടാവണം, നിനക്ക് നന്ദിയുള്ളവനായി ജീവിക്കാൻ, അതുപോലെ തന്നെ എൻ്റെ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എൻ്റെ മേലും എൻ്റെ മാതാപിതാക്കളുടെ മേലും നീ ചെയ്ത നിഅമത്തിന് നന്ദിയുള്ളവനായി മാറാൻ എന്നെ നീ സഹായിക്കണം. വഅൻ അഅമല സ്വാലിഹൻ തർലാഹു, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ എനിക്ക് നിന്റെ സഹായം ഉണ്ടാവണം. വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, എൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരെ ഇസ്ലാമികമായി സംസ്കരിക്കാൻ നീ സഹായിക്കണം, നീ സംസ്കരിക്കണം, ഇസ്ലാഹ് ചെയ്യണം. ഇന്നി തുബ്തു ഇലൈക, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, നിന്റെ കൽപ്പനക്ക് പൂർണ്ണമായും വഴിപ്പെട്ട ആളുകളിൽപ്പെട്ടവനാണ് ഞാൻ. ഇതാണ് ആ വചനത്തിലെ സൂറ അഹ്കാഫ് 15ാം വചനത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടത്തിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ കാര്യത്തിൽ അവരോട് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ പേരിൽ അവരോട് നല്ലതിൽ വർത്തിക്കാൻ വേണ്ടിയും അവർക്ക് പ്രത്യേകമായ അള്ളാഹുവിന്റെ നിയമത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും അവരോട് നന്ദി കാണിക്കാൻ വേണ്ടിയും ഒക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്റെ മക്കളുടെ കാര്യത്തിൽ ഇസ്ലാഹ് സാധ്യമാകണേ എന്ന് വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, നമ്മൾ സ്മരിക്കേണ്ടുന്ന ഒരു പ്രധാന പോയിന്റാണത്. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മക്കളാകുന്ന നമ്മുടെ കടമയും കടപ്പാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ മക്കളോടുള്ള കടമയും കടപ്പാടും അതുപോലെ തന്നെ പഠന വിഷയമാകേണ്ടുന്ന ഒന്നാണ്. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളെ നമ്മുടെ ബാധ്യത എന്താണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് ആ ബാധ്യത നിർവഹിക്കാൻ കഴിഞ്ഞുവോ എന്നതും ഒരു ചർച്ച അറിയിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ നമുക്കവരെ കുറ്റപ്പെടുത്താൻ വയ്യ. കാരണം അവർക്ക് അത്രത്തോളം വിവരവും അറിവും അവബോധവും ഇല്ലാതെ പോയത് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുന്നവരും ഖുർആനുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിർദ്ദേശങ്ങൾ അറിയാൻ ശ്രമിക്കുന്നവരും നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭ്യമല്ലാത്ത വിധമുള്ള പഠന സാധ്യതകളും സാഹചര്യങ്ങളും, ഇസ്ലാമികമായ പഠനത്തിന്റെ സാധ്യതകളും സാഹചര്യങ്ങളും ഒത്തുകിട്ടിയവരുമൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഭാഗത്ത് ക്ഷമാപൂർവ്വമുള്ള നിലപാട് ഉണ്ടാവുക എന്നത് മാത്രമാണ് അവരുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ സാധ്യമാവുക. നമ്മുടെ പരലോകവും അവരുടെ പരലോകവും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിനാൽ നേരത്തെ നാം പഠിച്ച ആയത്തിൽ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി നിരന്തര പ്രാർത്ഥന, മരണശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
അങ്ങനെ അവരുടെ ബർസഖിലെ ജീവിതം സ്വർഗീയ അനുഭൂതികൾ നിറഞ്ഞതാക്കി മാറ്റാനും അവർക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാനും കഴിയും വിധം അവരെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ നമ്മളിപ്പോൾ ഈ അവബോധമുള്ളവരായതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മളുടെ പേരമക്കളുടെ കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത നിർബന്ധമായി ഉണ്ടാവേണ്ടതുണ്ട്. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെ കുറിച്ച് അതുകൊണ്ട് തന്നെ ഒരു പഠനവും ചർച്ചയും വേറെ നമ്മൾ നടത്തേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ. ഇവിടെ ഈ പ്രയോഗം വാസ്ലിഹി ദുരിയത്തി, എന്റെ മക്കളുടെ കാര്യത്തിൽ നീ അവരെ ഇസ്ലാഹ് ചെയ്യണ, സംസ്കരിക്കണേ എന്നാണ്. ഇസ്ലാമിന്റെ ആദർശത്തിന് അനുസൃതമായ വിശ്വാസവും സംസ്കരണവും അത് മക്കളിൽ സംഭവിക്കണേ എന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലെ ഒരു മർമ്മപ്രധാനമായ കണ്ടന്റ് ആയിരിക്കണം. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സാധാരണഗതിയിൽ നമുക്ക് പരിചയമുള്ള പ്രാർത്ഥന ആ വിഷയത്തെ ശരിക്ക് നമ്മുടെ മുമ്പിൽ പ്രതിനിധീകരിക്കുന്നുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ നാഥ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണതുണകളിൽ, ഭാര്യയാണെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട്, ഭർത്താക്കന്മാര് ഭാര്യമാരുമായി ബന്ധപ്പെട്ട്, അതാണ് പ്രയോഗത്തിന്റെ അർത്ഥം. ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണതുണകളിലും ഖുറത അഅ്യുൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ, ഞങ്ങളുടെ മക്കളിൽ, ഭാര്യാസന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് കൺകുളിമ പ്രദാനം നൽകണമേ, ദാനമായി നൽകണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണമേ എന്നാണ്. മുത്തഖീങ്ങളുടെ ഇമാം എന്ന് പറയുമ്പോൾ വിശാലമായ ഒരു മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം എന്നത് മാത്രമല്ല അതിന്റെ അർത്ഥം. അത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നായിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷെ ഒരു കുടുംബം എന്ന ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ ആ കുടുംബത്തിലെ അംഗങ്ങളാകുന്ന മുത്തഖീങ്ങളുടെ ഇമാമാണ്, നേതൃത്വമാണ്. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. ഇത് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന ആയതുകൊണ്ട് കുടുംബം എന്ന തലത്തിൽ ചിന്തിക്കലാണ് ഭംഗി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബാദികൾ ഇസ്ലാഹ് ചെയ്യപ്പെട്ട് മുത്തഖീങ്ങളായി മാറുന്ന, അതാണ് വാസ്ലിഹി ഫീ ദുരിയത്തി എന്ന പ്രയോഗത്തിന്റെ മർമ്മം. എന്റെ കുടുംബത്തിൽ നീ ഇസ്ലാഹ് സാധ്യമാക്കി തരണമേ എന്നാണ്. ആ ഇസ്ലാഹ് അവർ തഖ്വയുള്ളവരായി ജീവിക്കുന്നവരാവുക, നിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്നവരാവുക, നിന്റെ കൽപ്പനാനുസാരം ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട്, ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരാവുക എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് ആ അർത്ഥത്തിലുള്ള ഇസ്ലാഹ് സാധ്യമാകണമെന്നാണ്. അങ്ങനെ ഇസ്ലാഹ് സാധ്യമായ കുടുംബാദികൾ മുത്തഖീങ്ങളാണ്. ആ മുത്തഖീങ്ങളുടെ നേതൃത്വമാണ് ഈ കുടുംബനാഥന്റെ കയ്യിലുണ്ടാവുക. അതുകൊണ്ട് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ നേതൃത്വമാക്കി മാറ്റണമേ എന്നും. അപ്പൊ ഈ പ്രാർത്ഥനയിൽ ഇതെല്ലാം ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാധ്യത, നമ്മുടെ മാതാപിതാക്കളുള്ള നമ്മുടെ കടപ്പാടുകൾ, ഈ രണ്ട് വിഷയങ്ങളും നമ്മിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും ഓരോ ലൈൻ വരച്ചാൽ സമദൂരത്തിൽ നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ആ ഒരു വശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടത്തിയ ഈ പ്രാർത്ഥനയിലുണ്ട്. അപ്പൊ ഇത്രയും ഖുർആൻ എന്ന പ്രാർത്ഥനകൾ പറഞ്ഞ ശേഷം അടുത്ത ആയത്തിൽ അതിന്റെ തുടർച്ചയിൽ റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, ഇന്ന് മുഖദ്ദിമയിൽ ഓതി വെച്ച ആയത്ത് അതാണ്. സൂറ ഇസ്രായിലെ 25-ാമത് വചനം. റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, അഅലമു, അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിലെ ചിന്തയും വികാരവും എന്താണ് എന്ന്. ആരുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച? മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടാണ്. മാതാപിതാക്കളുടെ ഇഹ്സാനിൽ വർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ അവർക്ക് പ്രായവും അവരുടെ വാർദ്ധക്യ സഹജമായ പ്രയാസകരമായ അവസ്ഥയുമൊക്കെ എത്തി നിൽക്കുമ്പോൾ അവരോട് പെരുമാറേണ്ടുന്ന ഉദാത്തമായ പെരുമാറ്റ രീതികളെ കുറിച്ചാണ്. അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കേണ്ട നിർദ്ദേശവുമായി ബന്ധപ്പെട്ടാണ്. സർവോപരി അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്തിൽ റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ, അഅലമു, ഏറ്റവും നന്നായിട്ട് അറിയുന്ന, ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന്. മാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന്. ആ പറഞ്ഞത് ഈ വിഷയത്തിലെ നമ്മുടെ നിഷ്കളങ്കതയുമായി, നീയത്തുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗമാണ്. വളരെ ഗൗരവത്തിലാണ് മുഫസ്സിരീങ്ങൾ ആ പ്രയോഗത്തെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം, വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ അവരോട് ഉഫിൻ എന്ന് പോലും പറയരുത്, അവരെ അവഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യരുത്, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, അവർക്കൊരു പ്രാർത്ഥിക്കണം എന്നെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം യഥാർത്ഥത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന പ്രയോഗമാണ് ഈ പ്രയോഗം. എന്താണ് ആ ഭയപ്പെടുത്തൽ? നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ലോകമാന്യത്തിന് വേണ്ടിയാണോ, അഥവാ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ നിവൃത്തി കേട് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരെ
വേണ്ടതുപോലെ പരിഗണിക്കാതിരുന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നത് വെച്ചിട്ടാണോ? അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ അള്ളാഹു എന്റെ സ്വർഗമായിട്ടാണ് ഇവർ നിശ്ചയിച്ചിരിക്കുന്നത്, നേരത്തെ നമ്മൾ ഹദീസിൽ പഠിച്ചതുപോലെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് ഇവർ, ആ കവാടം അവിടെ തന്നെ ഉറപ്പിച്ചു വെക്കാൻ ശ്രമിക്കാൻ റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഹദീസെല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പൊ ആ നിലക്ക് ഇത് എന്റെ സ്വർഗമാണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ടാണോ ഈ സമീപനം എന്ന വിഷയത്തെ കുറിച്ച് ആര് പരിശോധിക്കുന്നുണ്ട്? അള്ളാഹു പരിശോധിക്കുന്നുണ്ട്. അതാണ് അതിന്റെ വാണിങ്ങിന്റെ ഇതിന്റെ വശം. അഥവാ മാതാപിതാക്കളോട് നമ്മൾ അനുവർത്തിക്കുന്ന നിലപാട്, ആ നിലപാട് അനുവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണ് എന്നത് അള്ളാഹു നോക്കുന്നു എന്നതാണ്. അപ്പൊ പുറമേക്ക് ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ പരിഗണിക്കുന്നുണ്ട്, പരിചരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, രോഗമായാൽ ചികിത്സിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് എന്നത് യഥാർത്ഥത്തിൽ സാദാ സീതാ ഒരു ഉത്തരവാദിത്വവും അതുപോലെ തന്നെ കടമയും കടപ്പാടും അല്ലെങ്കിൽ ഒരു മാന്യതയും സമൂഹത്തിൽ വിലയും ഒക്കെയുള്ള കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു ചിട്ടവട്ടമാണ്. അങ്ങനെയാണല്ലോ പൊതുവെ സമൂഹം. സ്പെഷ്യൽ കേസുകളും റെയർ കേസുകളും പ്രത്യേകമായ സ്വഭാവവും പെരുമാറ്റമുള്ള ആളുകൾക്ക് വേറെ കേസാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും, ആ അവസ്ഥയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ പോലും ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ വളരെ തെളിഞ്ഞ നിയ്യത്തായിരിക്കണം. ഇതൊരു ഭാരമായി തോന്നാതെയും ഇതൊരു അസ്കതയായി തീരാതെയും അവരുടെ പ്രായമായ അവസ്ഥയിലെ പെരുമാറ്റവും രീതികളും അവരുടെ വാക്കും പ്രവൃത്തിയും അവരുണ്ടാക്കുന്ന അലോസരങ്ങളുമൊക്കെ നമുക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും വിധവും ആവാതെ നോക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യസഹജമായ വീഴ്ചകൾ വന്നേക്കാം. നമ്മളാരും മലക്കുകളല്ല. ചിലപ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകുന്ന അവസ്ഥയുണ്ടാവാം, ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പെരുമാറ്റവും രീതിയും അവരുടെ സമീപനമൊക്കെ വ്യത്യസ്തമാകുമ്പോൾ നമുക്കും ചിലപ്പോൾ നിയന്ത്രണം വിട്ടു പോയേക്കാം. ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന സംഗതികളിൽ അപ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ നടത്തുകയും പരമാവധി നമ്മെ ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതേ നിലവാരത്തിൽ പിടിച്ചെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഒപ്പം ഏതവസ്ഥയിലും അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ തെളിഞ്ഞ മനസ്സോടെയും നമ്മുടെ ബാധ്യത അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയും അത് നിർവഹിക്കുന്നത് മുഖേന അള്ളാഹു വേണ്ടി ചെയ്ത കാര്യങ്ങൾ സാധ്യമാകുന്ന നന്ദി അവരോട് ചെയ്ത് കടപ്പാട് പൂർത്തീകരിച്ചു പോവുക എന്നതുമൊക്കെ നമുക്ക് സാധ്യമാകണമെന്ന മനസ്സോടു കൂടി തന്നെയാവണം. കാരണം നിങ്ങളുടെ മനസ്സിൽ ഈ വിഷയത്തിലുള്ള ചിന്ത അള്ളാഹു അറിയുന്നുണ്ട് എന്നതാണ്. അപ്പൊ ചിന്ത അള്ളാഹു അറിയുന്നുണ്ട്. ആ നിയ്യത്ത് ശരിയല്ലെങ്കിലോ? നിയ്യത്ത് ശരിയല്ല എങ്കിൽ ഈ കാണിക്കുന്ന പ്രവർത്തനത്തിന് ഒരു പ്രതിഫലം കിട്ടൂല. ഒരു ഹദീസിലേറെ സവിശേഷമായിട്ട് ഇത് വന്നിട്ടുണ്ട്, നമുക്കത് പരിചയമുണ്ട്, ഓർപ്പിക്കുന്നു എന്ന് മാത്രം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കർമ്മങ്ങളും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പരിഗണിക്കുക. സാക്ഷാൽ പ്രചോദനം എന്ത് എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കുക. കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാതും ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലെ പ്രചോദനം എന്തെന്ന് അള്ളാഹു നോക്കും. മാതാപിതാക്കളെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന രീതികൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ് ചെയ്യുക. എല്ലാവരും മാതാപിതാക്കളെ പരിഗണിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, രോഗം വന്നാൽ ചികിത്സിക്കുന്നു, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ പ്രചോദനം എന്താണ്? അള്ളാഹുവിന്റെ പുണ്യം, അവന്റെ വജ്ഹ്, എന്റെ കടമയാണ്, അള്ളാഹു കൽപ്പിച്ചതാണ്, അവന്റെ കൽപ്പനക്കനുസാരം ഞാനിത് പ്രവർത്തിക്കേണ്ടതുണ്ട്. സർവോപരി എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്റെ മാതാപിതാക്കൾ, അവരോട് ഈ വിധം പ്രവർത്തിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, അവരോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അത് മുഖേന എനിക്ക് എന്റെ സ്വർഗം ഉറപ്പുവരുത്താൻ കഴിയണം. എന്റെ സ്വർഗത്തിലെ കവാടം അവിടെ തന്നെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പടച്ചവനെ എന്ന നിലക്കുള്ള മനസ്സിൽ അത്തരം ഒരു പ്രാർത്ഥനയും യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പോ നമ്മുടെ നിയ്യത്തും കർമ്മവും ഒരുപോലെ ഒരേ പോയിന്റിൽ യോജിച്ച് മുന്നേറുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആയിരിക്കണം നിങ്ങൾ എത്തേണ്ടത്. അങ്ങനെ ആയിരിക്കണം ഈ കർമ്മം ചെയ്യേണ്ടത് എന്നതാണ്. നമ്മൾ ബാധ്യതകളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ബാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറയാം. അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന പലരും ബാധ്യതകളെക്കുറിച്ച് മറന്നു പോവാറാണ്. അതാണ് പൊതുവെ ഒരു സമൂഹത്തിന്റെ അവസ്ഥ. പക്ഷേ ഇത് നമ്മുടെ ബാധ്യതയാണ്. ഖുർആനിൽ പറയുന്ന കാര്യം മാതാപിതാക്കളോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന കടമയും കടപ്പാടും നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ ആ ബാധ്യത നിർവഹണം സന്മനസ്സോടെ ആയിരിക്കണം, നിഷ്കളങ്കമായ മനസ്സോടെ ആയിരിക്കണം, തെളിഞ്ഞ മനസ്സോടെ ആയിരിക്കണം. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. റബ്ബുക്കും അഅലമു മാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹു ശരിക്കും അറിയുന്നുണ്ട്. ആ ബാധ്യത നിർവഹണം ഒരു കടമ തീർക്കലായും ഒരു അസ്വസ്ഥതയും അസ്ഖ്യതയും ഒരു തരം വെറുപ്പും അവജ്ഞയും നിവൃത്തികേടും
ഗതികേടുമൊക്കെയായി മനസ്സിലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ചെയ്യുന്ന കാര്യം എത്ര ഭംഗിയാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പണം മുടക്കി നാം ചെയ്യുന്ന, ശ്രമം നടത്തി സമയമെടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, ഒരു വേള ത്യാഗം സഹിച്ചുകൊണ്ട് നടന്ന പരിചരണമാവട്ടെ, നമ്മുടെ മനസ്സിൽ അസ്ഖ്യതയും അസ്വസ്ഥതയും നാം കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ ഇത് ഇവരെ കൊണ്ടൊരു ഭാരമായി, ഇനിയിപ്പോ ഇവര് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് ഒന്നിനും ഒരു സ്വസ്ഥതയും സ്വാതന്ത്ര്യവും ഇല്ലാതായി പോയി എന്നൊക്കെയുള്ള വിചാരങ്ങൾ നഊദുബില്ലാ ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ വന്നാൽ അത് ആരുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും? അള്ളാഹുവിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കും. അങ്ങനെ വരുമ്പോ അത് ഈ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാക്കും. നമ്മുടെ നീയത്ത് സ്വോദ്ദേശ്യപരമാവില്ല. ഇതിന്റെ പിന്നിലെ, ഈ കർമ്മങ്ങൾ കടപ്പാട് നിർവഹിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശ്യം സാക്ഷാൽ പ്രചോദനം അള്ളാഹുവിന്റെ പ്രീതിയല്ല, അവന്റെ കൽപ്പന പാലിക്കലല്ല. അവന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ പറഞ്ഞ ഉടനെ അവൻ നമ്മോട് പറഞ്ഞേക്കാൻ ഒബിൽ വാലിദനി ഇഹ്സാന എന്നാണ്, മാതാപിതാക്കളുടെ ഇഹ്സാനിൽ വർത്തിക്കണമെന്ന്. അത്രയും പ്രാധാന്യം ഇതിന് അള്ളാഹു കൊടുത്തിരിക്കുന്നു. അപ്പൊ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യലാവണമെങ്കിൽ തെളിഞ്ഞ മനസ്സോടെ ആയിരിക്കണം എന്നാണ്. ആ തെളിഞ്ഞ മനസ്സ് അല്ല എങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ ഈ കടമകളും കടപ്പാടും നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ വികാര വിചാരങ്ങൾ എന്താണ്, നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എന്താണെന്ന് അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു താക്കീതിന്റെ വർത്തമാനമാണ്. തുടർന്ന് ഇൻ തകൂനു സ്വാലിഹീന, ഇനി നിങ്ങൾ സ്വാലിഹീങ്ങളാണെങ്കിൽ, ആര്? ഈ മക്കളായ നമ്മൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കടമയും കടപ്പാടും പഠിക്കുകയാണ് നമ്മൾ. അവിടെ അള്ളാഹ് പറയും ഇൻ തകൂനു, ഇനി നിങ്ങളാണെങ്കിൽ, ആരായി നിങ്ങൾ? മക്കൾ, മാതാപിതാക്കളോട് കടമയും കടപ്പാടും നിർവഹിക്കുന്ന മക്കളാകുന്ന ഞാനും നിങ്ങളും. നിങ്ങൾ സ്വാലിഹീങ്ങളാണെങ്കിൽ, സജ്ജനങ്ങളാണെങ്കിൽ, സ്വാലിഹ് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതാണ് സ്വാലിഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അള്ളാഹുവിന്റെ കൽപ്പന പൂർണ്ണമായും പാലിച്ച് 100% തികഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കും മണ്ണിൽ ജീവിക്കാൻ കഴിയില്ല. പ്രവാചകൻ തിരുനബി പോലും പറഞ്ഞുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പോലും സ്വർഗ്ഗാവസ്ഥയായിരിക്കുമല്ലോ. അപ്പോൾ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അള്ളാഹു ആകുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് എങ്കിൽ, സ്വാലിഹീങ്ങളിലും അതുപോലെ തന്നെ അംബിയാ മുർസലുകളിലും ഒക്കെ ഒന്നാമനായി നിൽക്കുന്ന തിരുനബിയുടെ അവസ്ഥ അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കാര്യം കുറച്ചുകൂടി പ്രയാസകരമാകുമല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമേ സ്വർഗപ്രവേശനം സാധ്യമാകൂ. അപ്പോൾ നമ്മൾ സ്വാലിഹീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുന്നവരാവുക എന്ന അവസ്ഥയിലുള്ളവരാണ് എങ്കിൽ, ഇൻ തകൂനു സ്വാലിഹീന, നിങ്ങൾ സജ്ജനങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഔവാബീങ്ങൾക്ക് അഥവാ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് ഗഫൂറ, പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്നവരാണ്. എന്താണ് ഈ പ്രയോഗത്തിന്റെ ഉദ്ദേശം? ഈ പ്രയോഗത്തിന്റെ ഉദ്ദേശം മാതാപിതാക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കടമകളും കടപ്പാടുകളും നിഷ്കളങ്കമായ മനസ്സോടെ ആയിരിക്കണം. ഒരിക്കലും അവരൊരു ഭാരമായി അനുഭവപ്പെടുന്ന അവസ്ഥയിലാകാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ വികാര വിചാരങ്ങളെ അറിയുന്ന തമ്പുരാൻ അടങ്ങിയിരിക്കില്ല എന്ന ഒരു താക്കീത് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സ്വാലിഹീങ്ങളാണെങ്കിൽ, അഥവാ നിങ്ങൾ ഇസ്ലാമിന്റെ കൽപ്പനാനുസാരം ജീവിക്കാൻ പരിശ്രമിക്കുന്നു, വീഴ്ചകൾ തിരുത്തി മുന്നോട്ട്, അതാണല്ലോ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിലക്ക് സംഭവിക്കാവുന്ന ദൗർബല്യങ്ങളും വീഴ്ചകളും സംഭവിക്കാം. അത് തിരുത്തി പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി കൂടുതൽ ഇസ്ലാമികമായ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒരു വിശ്വാസിക്ക് സാധ്യമാവുക. ഇത് ഇസ്ലാമിന്റെ ഒരു രീതിശാസ്ത്രം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റാം, വഖൈറുൽ ഖത്താഈന, തെറ്റ് പറ്റുന്നവരിൽ ഏറ്റവും നല്ലവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പോ ഈ പ്രയോഗം വെച്ചുകൊണ്ട് വൈൻ തകൂനു സ്വാലിഹീന, നിങ്ങൾ സജ്ജനങ്ങളായി സ്വാലിഹീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വീഴ്ചകൾ സംഭവിച്ചേക്കാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്ത നിർവഹണത്തിൽ, കടമകളും കടപ്പാടും നിർവഹിക്കുന്ന കാര്യത്തിൽ, അവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ, അവരോട് സംസാരിക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളും അറിയാതെ എന്ന് പറഞ്ഞു പോയേക്കാം. അതേ പ്രയോഗം ചിലപ്പോൾ നിങ്ങൾക്കും ദേഷ്യം വന്നേക്കാം, ചിലപ്പോൾ നിങ്ങൾക്കും പ്രകോപനം സംഭവിച്ചേക്കാം, ചിലപ്പോൾ മാതാപിതാക്കളുടെ ശൈലീ സമീപനങ്ങൾ നിങ്ങളെ അസ്വസ്ഥ സൃഷ്ടിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങൾ അവരോട് പിണങ്ങുന്ന അവസ്ഥ സംഭവിച്ചേക്കാം. ആ പിണക്കം തീർത്ത് പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ സംഭവിച്ചതിൽ നിങ്ങൾക്ക് എന്റെ ഗൗരവം ബോധ്യപ്പെടുകയും നിങ്ങൾ ഔവാബീൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ, അതാണ് മർമ്മം. ആ തെറ്റ് തിരുത്തുക. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയി, ആ നിമിഷം ഇങ്ങനെ ഉമ്മ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ദേഷ്യം വന്നു പോയി,
ഞാൻ അങ്ങനെ അങ്ങ് സംസാരിച്ചു പോയി, അല്ലെങ്കിൽ ആ സമയം നിയന്ത്രണം വിട്ടുപോയി, അല്ലെങ്കിൽ എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി എന്നൊക്കെ മനുഷ്യനാണല്ലോ, ഇത് സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ ആ സംഭവിച്ചതിന്റെ ഗൗരവത്തെ കുറിച്ച് അടുത്ത നിമിഷം ഓർമ്മ വരുന്നു. അതാണ് സ്വാലിഹീങ്ങളുടെ ഗുണം. ഉടനെ അവർ അസ്തഗ്ഫിറുള്ള എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്നു, പാപമോചന പ്രാർത്ഥന നടത്തുന്നു, ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു, ആ വീഴ്ച സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു, നല്ല നിലക്ക് വീണ്ടും മാതാപിതാക്കളോട് പെരുമാറാൻ ശ്രമിക്കുന്നു. അതാണ് ഔവാബീൻ. അപ്പൊ നിങ്ങൾ നല്ലവരാണ് എങ്കിൽ, ഇൻ തകൂനു സ്വാലിഹീൻ, സജ്ജനങ്ങളാണ് എങ്കിൽ, ഫഇന്നഹു കാന ലിൽ ഔവാബീന ഗഫൂറ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരോട് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വീഴ്ചകൾ പുറത്തു തരും. നിങ്ങൾ സ്വാലിഹീങ്ങളായിരിക്കണം, അഥവാ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം, അതിൽ സന്മനസ് നിങ്ങൾക്ക് ഉണ്ടാവണം. സംഭവിച്ചേക്കാം ഈ ബന്ധത്തിൽ, കടമയിൽ, കടപ്പാട് നിർവ്വഹണത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിലൊക്കെ ചിലപ്പോൾ മനുഷ്യന്റെ പ്രകൃതത്തിന്റെ പരുക്കൻ അവസ്ഥകൾ പുറത്തു ചാടിയേക്കാം. നമുക്കൊക്കെ നമ്മുടെ പ്രകൃതത്തിന് കുറെ പരുക്കൻ അവസ്ഥകളുണ്ട്. നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനിടയിലും നമ്മുടെ മറ്റു സാമൂഹ്യ ബന്ധത്തിലുമൊക്കെ നമ്മുടെ ഏറ്റവും മിതമായ അല്ലെങ്കിൽ നന്നായി തേച്ചു മിനുക്കിയ ആ ഒരു അവസ്ഥ മാത്രമാണ് കാണുക. പക്ഷെ വീട്ടകത്ത് അങ്ങനെയല്ലല്ലോ സംഭവിക്കുക. വീട്ടകത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രകൃതത്തിന്റെ മുൾമുനകൾ നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ബോധ്യപ്പെടും. അതെല്ലാം മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ ആവുന്നത് മനുഷ്യ സഹജമായ ഒന്നാണ്. പക്ഷെ അങ്ങനെ ആവുന്നത് മുഖേന ദുരന്തങ്ങൾ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിരുനബി അങ്ങനെ ആയിരുന്നില്ല എന്ന് ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരു സഹാബി ചെന്നിട്ട്, എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാൻ വേണ്ടി ചെന്ന സഹാബിയുടെ ചോദ്യം അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നാണ്. സ്വഭാവം എങ്ങനെ എന്നത് പുറത്ത് അവർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ, അകത്തിരിക്കുന്ന ആളോടാ ചോദ്യം, അഥവാ കൂടെ ജീവിക്കുന്ന ആളോട്. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി കാന ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. അപ്പോൾ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന സർട്ടിഫിക്കറ്റ് ഭാര്യ കൊടുക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. വീട്ടകത്തുള്ള പെരുമാറ്റത്തിന്റെ മൃദുത്വവും ലാളിത്യവും, അതിൽ സാധ്യമാകുന്ന തന്മയത്വവും, അതിൽ സാധ്യമാകുന്ന ഇസ്ലാമികമായ നന്മയും എന്നത് വലിയ ഒരു സംഗതിയാണ്. സാധാരണക്കാരായ നമുക്ക് ചിലപ്പോൾ സാധ്യമായി കൊള്ളണമെന്നില്ല. നമ്മളാരും അതിനപ്പുറത്ത് വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനുഷ്യരാണല്ലോ ഇത്. തിരുനബിക്ക് അത് സാധ്യമായിരുന്നു, സാധ്യമാവണം എന്ന് തന്നെയാണ്. കാരണം പ്രവാചകൻ നമ്മുടെ റോൾ മോഡലാണ്. കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് തിരുനബിയിൽ നല്ല മാതൃകയുണ്ട്. ആ മാതൃകയാണ് നമുക്ക് തിരുനബിയുടെ കുടുംബജീവിതത്തിൽ ഉൾപ്പെടെ ലഭ്യമാകുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തിരുനബിയുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. നല്ല ബുദ്ധിമതിയും ചെറുപ്പക്കാരിയുമായ, സവിശേഷമായ കഴിവും, കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള ശേഷിയും, നല്ല വിവേചനാധികാരവുമുള്ള, മതിയായ തൻ്റെ ഇടവും കരുത്തുമൊക്കെയുള്ള നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെറുപ്പത്തിൽ തിരുനബിയുടെ ഭാര്യയായി. തിരുനബിയുടെ നല്ല അങ്ങേയറ്റം എത്താവുന്ന ഒരു പ്രായത്തിലാണല്ലോ അവർ കുടുംബജീവിതത്തിലേക്ക് വരുന്നത്. അവിടെ മുതൽ പിന്നീട് തിരുനബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ആ മഹദിയിലൂടെയാണ്. അത് അള്ളാഹു നമ്മോട് കാണിച്ച വലിയൊരു ഔദാര്യമാണ്. ആരൊക്കെ തിരുനബിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളായിട്ട് ഈ വക വിഷയങ്ങളൊക്കെ പറയുമെങ്കിലും അവർ വസ്തുതകൾ നേരെ പോയി പഠിക്കാൻ തയ്യാറാത്തത് കൊണ്ടാണ് എന്നത് വേറെ ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചത് പ്രവാചകൻ തിരുനബിയുടെ കുടുംബജീവിതം ഉൾപ്പെടെ ഒരു മനുഷ്യന്റെ സ്വകാര്യത എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന ഇടങ്ങളിൽ കുടുംബം എന്ന ആ ഒരു യൂണിറ്റിനകത്ത് അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പെരുമാറ്റവും സ്വഭാവവും അതുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങളും ഒപ്പം നമുക്ക് ലഭ്യമാകുന്ന സംശയ ദൂരീകരണത്തിന് ഉതകും വിധമുള്ള നമ്മുടെ സ്വകാര്യതകളുമായി ബന്ധപ്പെട്ട ജീവിതത്തിലെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഇസ്ലാമിക വിധിയുമെല്ലാം നമുക്ക് ലഭ്യമാകുന്നു. അങ്ങനെ ഒരു വലിയ റഹ്മത്ത് അള്ളാഹു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വഭാവം വീട്ടകത്തും ഖുർആൻ തന്നെ എന്നാണ് അതിനർത്ഥം. അപ്പൊ ആ അർത്ഥത്തിൽ വീട്ടകത്ത് നല്ല സ്വഭാവവും പെരുമാറ്റവും കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം, നാം അതിന് ശ്രമിക്കണം. പക്ഷെ നമ്മൾ പരുക്കന്മാരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരാണ്, ദൗർബല്യങ്ങൾ ഏറെ ഉള്ളവരാണ്, അധികം ഒന്നും ഇസ്ലാം വായനയും പഠനവും സാധ്യമാകാത്തവരാണ്. നമ്മുടെ ഒരു പരിസ്ഥിതിക്കകത്ത് വളർന്നത് കൊണ്ട് അതിൻ്റെതായ കുറെ പരുക്കൻ അവസ്ഥകളും അനുഭവങ്ങളും കൂടെ കൊണ്ടു നടക്കുന്നവരാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ ഈ പറഞ്ഞ പോലെ വൈൻ തകൂനു സ്വാലിഹീന, നമ്മൾ സ്വാലിഹീങ്ങളായി മാറാൻ ശ്രമിക്കണം. ഈ വിഷയത്തിലും എന്നാണ്
പുറത്ത് സ്വാലിഹീങ്ങളായാൽ പോരാ, നിസ്കാരവും നോമ്പും കാര്യങ്ങളും ജനങ്ങളുമായുള്ള പെരുമാറ്റവും ബന്ധവും ഇസ്ലാമിക പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്വാലിഹീങ്ങൾ എന്ന സജ്ജനങ്ങൾ എന്ന പരിധി നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ തന്നെ ഇവിടെ ഈ സ്വാലിഹീൻ എന്ന പ്രയോഗം മാതാപിതാക്കളും കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായതുകൊണ്ട് വൈൻ തക്കൂനു സ്വാലിഹീന, നിങ്ങൾ ഈ മേഖലയിലും അഥവാ മാതാപിതാക്കളുമായുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, മക്കളുമായി ബന്ധപ്പെട്ടത്, കുടുംബം എന്ന നിലക്ക് നമ്മെ കേന്ദ്രമാക്കി കറങ്ങുന്ന കുറെ ആളുകളുണ്ടല്ലോ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, പേരമക്കൾ, അടുത്ത കുടുംബം, അകന്ന കുടുംബം, അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. നമ്മൾ ഒരു കേന്ദ്ര ബിന്ദുവായി നിന്നാൽ നമ്മിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കൊക്കെ വരച്ചാൽ എത്തുന്ന കുറെ ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾക്കിടയിലും നിങ്ങൾ സ്വാലിഹീങ്ങളാകണം എന്ന ഗൗരവമുള്ള മെസ്സേജാണ് ഈ ആയത്തിലെ രണ്ടാമത് പോയിന്റ്. ഈ രണ്ട് മെസ്സേജുകൾ ഊന്നാനാണ് ഇന്ന് നമ്മൾ ശ്രമിച്ചത്. ഒന്ന്, ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ഈ മാതാപിതാക്കളുടെ കടമകളും കടപ്പാടും നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചിന്ത എന്ന് അള്ളാഹു അറിയുന്നു. അതൊരു വലിയ വാണിംഗ് ആണ്. നമ്മൾ ഗൗരവത്തോടെ ആ വിഷയത്തെ കാണണം. എന്നിട്ട് മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ നമ്മുടെ നിയ്യത്ത് നിഷ്കളങ്കമാക്കിക്കൊണ്ട് പോകാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ കുറെ മാറ്റങ്ങൾ വരും, പെരുമാറ്റത്തിൽ കുറെ മാറ്റങ്ങൾ വരും. കാരണം ഇതൊക്കെ അള്ളാഹ് രേഖപ്പെടുത്തുന്നു, നിരീക്ഷിക്കുന്നു എന്നാണ് ആ പറയുന്നത്. എല്ലാ കർമ്മങ്ങളും അള്ളാഹു രേഖപ്പെടുത്തുന്നു എന്നും നമ്മൾ എന്ത് പറയുമ്പോൾ റക്കൈവും അത്തീതും അപ്പുറവും ഇപ്പുറവും രേഖപ്പെടുത്തുന്നു എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നെങ്കിലും ആ ബോധത്തെ ഒന്നുകൂടി നമ്മുടെ ചിന്തയിൽ സ്ഥിരപ്രതിഷ്ഠുള്ളതാക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് അള്ളാഹ്ക്കറിയാം. ആലോചിമാഫീനും ഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇത് ചെയ്യുമ്പോൾ, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ വിചാരങ്ങൾ അള്ളാഹു അറിയുന്നു. രണ്ടാമതായി വൈൻ തക്കൂനു സ്വാലിഹീന, ആ ബോധത്തോടുകൂടി നിങ്ങൾ വീട്ടകത്ത് നല്ലവരായി ജീവിക്കാൻ പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ ഒരവസ്ഥയിൽ വരാവുന്ന വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ, അത് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹു ലിൽ അവ്വാബീന ഗഫൂറ വൈന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരോട് അവരുടെ പാപങ്ങൾ അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനാണ് എന്നാണ്. ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണം. ആ വിശദീകരണത്തിൽ രണ്ട് മർമ്മങ്ങളാണ് ഊന്നിയത്. ആ മർമ്മങ്ങളാണ് നാം ഈ വിഷയത്തിന്റെ ഗൗരവമായിട്ട് കാണേണ്ടത്. മാതാപിതാക്കളുമായുള്ള കടമയും കടപ്പാടും നിർവഹിക്കുന്നതിൽ വീഴ്ചകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീഴ്ചകൾ വന്നാൽ തിരുത്തുക, പശ്ചാത്തപിക്കുക. അവിധം നമ്മൾ ആ മേഖലയിൽ സ്വാലിഹീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക. വീഴ്ചകളിൽ പശ്ചാത്തപിച്ചാൽ അള്ളാഹു പുറത്തു തരും. നല്ല ആശ്വാസമുള്ള വർത്തമാനമാണ്. ആദ്യ ഭാഗത്തെ വർത്തമാനം ഇത്തിരി പേടി ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. അലമിമാഫി നുഫൂസിക്കും, മാതാപിതാക്കളുമായുള്ള കടമയും കടപ്പാടും നിർവഹിക്കുമ്പോൾ അതിന്റെ സാക്ഷാൽ പ്രചോദനം എന്താണെന്ന് അള്ളാഹ്ക്കറിയാം എന്നാണ്. അതൊരു പേടിപ്പെടുത്തുന്ന ഭാഗമാണ്. ആ പേടി, ആ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുന്നു എങ്കിൽ അതിന് ആശ്വാസം നൽകുന്ന ഭാഗമാണ് ശേഷം പറയുന്ന ഭാഗം. വൈൻ തക്കൂനു സ്വാലിഹീന, നിങ്ങൾ ഈ വിഷയത്തിലും സജ്ജനങ്ങളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് തന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വൈന്നഹു കാന ലവ്വാബിന ഗഫൂറ, വരുന്ന വീഴ്ചകൾ തിരുത്തി പശ്ചാത്തപിച്ച് മുന്നോട്ട് പോകുന്നവരോട് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ്. അൽഹംദുലില്ലാ, അതൊരു നല്ല വർത്തമാനമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ കടമയും കടപ്പാടുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിഷ്കളങ്കമായ മനസ്സോടെ നമുക്ക് അവരെ സമീപിക്കാൻ സാധിക്കുക. വീഴ്ചകൾ നമ്മൾ തിരുത്തി മുന്നോട്ട് പോവുക. നാം കൂടുതൽ അവരുമായുള്ള ബന്ധത്തിൽ ഊഷ്മളമായ അവസ്ഥ സ്വീകരിക്കുക. അവരുടെ ഭാഗത്തു നിന്ന് പരിക്കൻ അവസ്ഥകളിൽ നാം പരമാവധി ക്ഷമ അവലംബിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ ആയത്തിന്റെ ഉത്ബോധനം. ഇനി നമ്മുടെ ഈ വിഷയത്തിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കടമയും കടപ്പാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 2-3 അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇത്തിരി വിശദീകരണം അറിയിക്കുന്ന ചോദ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ 3 അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട ഖുർആന്റെയും സുന്നത്തിന്റെയും ഒരു കാഴ്ചപ്പാട് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത ആയത്തിലെ ഈ ഭാഗത്ത് ഖുർആൻ മുമ്പിൽ വെക്കുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട് നിർവഹിക്കുന്ന കടമകളും കടപ്പാടുകളും നിഷ്കളങ്കമായ മനസ്സോടെ സാക്ഷാൽ പ്രചോദനം അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ആയിക്കൊണ്ട് തന്നെ, അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിഷ്കാമകർമ്മമായി അത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് കഴിവും ശേഷിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന പെരുമാറ്റങ്ങളും രീതികളും ശൈലികളും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തന്നെയും നമുക്ക് പരമാവധി നിയന്ത്രണം പാലിക്കാൻ അള്ളാഹു കരുത്ത് നൽകുമാറാവട്ടെ. നിയന്ത്രണം നഷ്ടപ്പെട്ട് നമ്മുടെ ഭാഗത്ത് നല്ല വീഴ്ചയും വന്നാൽ അതിൽ പശ്ചാത്തപിക്കാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവരോട് നല്ല നിലക്ക് പെരുമാറിക്കൊണ്ട് ആ മേഖല അല്ലെങ്കിൽ ആ അസ്വസ്ഥത ക്ലിയർ ചെയ്യാൻ അള്ളാഹു നമുക്ക് കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ.
വീട്ടകത്തും പുറത്തും അള്ളാഹു നമ്മെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിയ്യത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റിയാവ് വന്നു പോവാത്ത വിധം, ലോകമാന്യം വന്നു പോകാത്ത വിധം, പകൽമാന്യത വന്നു ചേരാത്ത വിധം, കാപ്പട്ടെ നിഫാക്ക് വന്നു ചേരാത്ത വിധം യഥാവിധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അകത്തും പുറത്തും ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ജീവിക്കുന്നവർക്ക് അള്ളാഹു, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ശിഫയും ശമനവും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്ലിമീൻ വർഹംനാ ബിഅൻവാഹി റഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.